ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 10 days ഗ്ലാസ് സ്കിൻ ചാലഞ്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് കണ്ടു. അപ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്ത് തുടങ്ങി ഞാൻ വിചാരിക്കുന്നു. ചെയ്ത് തുടങ്ങിയവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി റെമഡിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു ചലഞ്ച് എൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്തു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു 10 days ഗ്ലാസ് സ്കിൻ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് കാണാം. നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ പറയുന്നത് പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതി. എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ 3 തവണ മാത്രം ചെയ്യാം. പിന്നെ ഇത് നിങ്ങൾക്ക് സമയം കിട്ടുന്ന എപ്പോഴാണോ അപ്പോൾ ചെയ്യാം. പ്രത്യേക അങ്ങനെ സമയമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വെയിലത്തൊക്കെ അതായത് വെയിലത്ത് പോകുന്നതിന് മുന്നേട്ട് അപ്ലൈ ചെയ്യരുത്. കഴിവതും നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം മാത്രം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മിക്കവാറും ഈ ഫേസ് പാക്കുകളെല്ലാം അങ്ങനെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പം വെയിലത്ത് പോകുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യാതിരിക്കുക. അതിനുശേഷം മാത്രം ഉപയോഗിക്കുക. വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്കിത് പ്ലേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ 10 days ഗ്ലാസ് സ്കിൻ ചലഞ്ചിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പാക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് കടലമാവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി എടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് മഞ്ഞളാണ്. അപ്പോൾ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. നിങ്ങളുടെ സ്കിന്നിന് ഇത് സ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വൈറ്റമിൻ ഇ ഓയിലാണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അതിന്റെ ക്യാപ്സ്യൂൾസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാപ്സ്യൂൾ എടുത്തിട്ട് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓയിലായിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 1/4 ടേബിൾ സ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലിസറിനോ അല്ലെങ്കിൽ തേനോ എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ലെമൺ ജ്യൂസ് ആണ് വേണ്ടത്. ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ്, അത്ര തന്നെ മതി. അപ്പൊ അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ലെമൺ സ്കിന്നിന് സ്യൂട്ട് അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇതിന് പകരമായിട്ട് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ കുറെ കൂടെ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു 2-3 തുള്ളി ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മിൽക്ക് സ്കിന്നിന് സ്യൂട്ട് അല്ലാത്തവർക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കടലമാവ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യാറുള്ളതാണ് ഈ കടലമാവ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക്. അത് നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്ക് കൂടെയാണ് കേട്ടോ. അപ്പൊ ഈ കടലമാവ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡിസ്കളറേഷൻ മാറ്റിയെടുക്കാനും പാടുകൾ മാറ്റാനും ഒക്കെ വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും സ്കിന്നിലെ പാടുകൾ മാറ്റാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനും ടാൻ മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിനൊക്കെ പകരം എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇനി നമുക്കിത് നല്ല ക്ലീൻ ആക്കി എടുത്ത നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും എല്ലാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഗ്രീഡിയൻസിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക.
ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിസൾട്ട് തരുന്ന ഒരു പാക്ക് കൂടെയാണ്. പാക്ക് വാഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്റെ ഫേസിൽ തന്നെ കാണാം. സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ? അടിപൊളി പാക്കാണ്. റെഗുലർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും സ്കിന്നിന് വരുന്നത്. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പാക്ക് കൂടെയാണ്. ഇനി നിങ്ങളുടെ സ്കിന്നിന് വേറെ എന്തെങ്കിലും എന്താ പറയാ പ്രോബ്ലത്തിനുള്ള പാക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റ് സെക്ഷനിൽ പറയുക. അതിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ആഴ്ചയിൽ 3 തവണ നിങ്ങൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഈ കടലമാവിന് പകരമായിട്ട് നിങ്ങൾക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഈ പാക്ക് ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്ക് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങുക. അടിപൊളി പാക്കാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.